നമസ്കാരം ചങ്ങായിമാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ മയ്യിലിൻ്റെ തൊട്ടടുത്തുള്ള പാടിക്കുന്നുള്ള ഏബിൾ വില്ലേജിൻ്റെ മുമ്പിലാണ്. ഈ കഴിഞ്ഞ ജനുവരി 16 നമ്മുടെ കടന്നപ്പള്ളി രാമേന്ദ്രേട്ടനും അതുപോലെ നമ്മുടെ ശ്വേതാമേനനും കൂടി ഇനാഗുറേഷൻ ചെയ്ത ഈ ഒരു ഏബിൾ വില്ലേജിൽ ഒന്ന് കയറി നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ചേട്ടാ നമസ്കാരം. ഇവിടെ ഏകദേശം തുറന്നിട്ട് ഇപ്പോൾ ഒരു മാസമായി പറയാം അല്ലേ? എങ്ങനെയുണ്ട്? ആൾക്കാർ തിരക്കണ്ട? നല്ല തിരക്കാണല്ലേ? ചേട്ടൻ്റെ പേര് അനീഷ് കുമാർ അല്ലേ? നാട് തട്ട് ഈ നാട്ടുകാരൻ തന്നെ അല്ലേ? ഞാൻ വെച്ച് പുറത്തുള്ള ഇടുന്ന വന്നതല്ലേ? സംഭവം ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ? ഏകദേശം നമുക്കൊരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാണാനുണ്ടോ അതോ ഒരു മണിക്കൂറിൽ കാണാനോ അല്ലെങ്കിൽ 2 മണിക്കൂർ കാണാൻ എങ്ങനെയാണ് അവസ്ഥകളിൽ ഉള്ളിൽ? ഒരു 3 മണിക്കൂറെങ്കിലും ശരിക്കും കണ്ടുകഴിഞ്ഞാൽ കാണാനുണ്ട് അല്ലേ? അപ്പോൾ ഇതൊരു നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. ഒരുപാട് ദൂരം നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ടോ അല്ലേ? എനിക്ക് തോന്നുന്നു വരുമ്പോൾ തന്നെ ഒരേ ബസ്സും കാര്യങ്ങളൊക്കെ കുറേ കണ്ടിരുന്നു. സ്കൂൾ ബസ്സും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മറ്റു ജില്ലകളിൽ നിന്ന് വരുന്നുണ്ട് അല്ലേ? അതായത് കണ്ണൂർ ജില്ലേൻ്റെ പുറമേ നിന്ന് കോഴിക്കോട് അവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടല്ലേ? എന്തായാലും നല്ലൊരു കാര്യം. എന്തായാലും കയറി കാണട്ടെ. ഓക്കെ. ബാഹുബലിയുടെ ഒരു രൂപത്തിലുള്ള ഒരു സംഭവങ്ങൾ കണ്ടാ. ബാഹുബലി നമ്മളെ ശിവലിംഗം എടുത്ത് നിൽക്കുന്ന ഒരു വലിയൊരു സ്കൾപ്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉഷാറായിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഉണ്ടായ ഹിന്ദിക്കാരൻ മലയാളം പറയും. പുള്ളിക്കാരൻ പറയുന്നത് ഗിരി എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട പശുക്കളാണ് കൂടുതൽ എന്ന് പറയുന്നത്. ഈ കാണുന്നതൊക്കെ മത്സ്യ വളർത്താണ് കേട്ടോ. മത്സ്യങ്ങളെ വളർത്താൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ചെറിയ കുളങ്ങളാണ്. ഈ ആടിൻ്റെ നേരെ പുറകിലായിട്ട് നമ്മളിതാക്കണ്ട നമ്മുടെ ഹോഴ്സ്, നമ്മുടെ കുതിര. കുതിരയുണ്ട്, കഴുതി കൊണ്ടുവന്നു അല്ലേ ഉമേശ? ജാനകി എന്ന് വിളിക്കാൻ നോക്കുന്നുണ്ടാ. ഇവിടെ പേരാണ് ജാനകി, ഏബിൾ ജാനകി. നമ്മൾ ഏബിൾ വില്ലേജിൽ പെറ്റ്സിൻ്റെ സെക്ഷനിലുള്ളത് കേട്ടോ. കയറി വരുമ്പോൾ തന്നെ കണ്ടോ പേടിച്ചു കേട്ടാ. യമു ആണിത്. ഇതാണ് യമു. കയ്യൊന്നുള്ളിട്ട് കാണിക്കുന്നില്ല, ചാസം കൈയും കൊണ്ട് പോയെന്നറിയില്ല. വാ, എത്ര യമു? 2 അല്ലേ? 2 യമു അതിൻ്റെ ഉള്ളിലില്ല കേട്ടാ. ഇത് നമ്മുടെ ഒട്ടകപ്പക്ഷി. നമ്മളെപ്പോഴും പറയുന്നില്ല ഒട്ടകപ്പക്ഷി എന്ന്. ഇതാണ് സംഭവം, ഒട്ടകപ്പക്ഷി. നമ്മൾ ഒട്ടകപ്പക്ഷി അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് കേട്ടാ. ഈ ഒട്ടകപ്പക്ഷീനെ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും വൃത്തിയായിട്ട് കാണുന്നതിന് ഞാൻ ആദ്യമായിട്ടാ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് വേറെ എവിടെ നിന്നോ കണ്ടിരുന്നു. അതിന് ശേഷം ഇവിടെ നിന്നാണ് ഇത്ര വൃത്തിയായിട്ട് കാണുന്നത്. എൻ്റെ പേര് ഷജില. ഞാൻ പെറ്റ് സ്റ്റേഷനിലാണ്. ഇവിടെ യമു, ഒട്ടകപ്പക്ഷി, ടർക്കി, പിന്നെ അരിയന്നം, താറാവ്, ആമ, ഇഗ്വാന, മർമോസെറ്റ്, പെസൻറ്റ്, പ്രാവുകളുണ്ട് പലതരം. പിന്നെ ബംഗാൾ കാറ്റുണ്ട്, ഫെരറ്റ് ഉണ്ട്, പിന്നെ കുറേ തരം എലികൾ, ആംസ്റ്റർ, പിന്നെ പാമ്പ്, പാമ്പുകളൊക്കെ ഉണ്ട്. പിന്നെ മൈക്രോസ്ക്വരൽ, അത് 2-3 തരത്തിലുണ്ട്. പിന്നെ ഷുഗർ ഗ്ലൈഡർ, ടെഗു, മോണിറ്റർ, പിന്നെ ബേഡ്സുകളുണ്ട്. ഇത് നമ്മുടെ ചൈനയിലും സ്പെയിനിലൊക്കെ കാണുന്ന ഒരു തരം പ്രാവുകളാണെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മളെ കിങ് പിജിയോൻ എന്ന് പറയും. അതും അമേരിക്കയിലും അതേപോലെ തന്നെ പൗട്ടർ പിജിയോൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് ഏകദേശം നമ്മളെ യൂറോപ്പിലൊക്കെ കാണുന്ന സംഭവങ്ങളാണേ. ഇത് നമ്മളെ അങ്കോര റാബിറ്റ് ആണ് കേട്ടോ. തുർക്കിയിൽ കാണുന്ന സാധനം. അതെ, അടിപൊളിയാണ്. ഇത് റാബിറ്റിൽ പെട്ടതാണ്. ഒരു വ്യത്യസ്തതയുള്ള സംഭവമാണ് കേട്ടോ. നല്ല ക്യൂട്ടാണ്. നമ്മുടെ സൗത്ത് അമേരിക്കയിൽ കാണുന്ന ഒരു തരം പിഗ്ഗാണ് കേട്ടോ. സൗത്ത് അമേരിക്കയിലും ബ്രസീലിലൊക്കെ കാണുന്ന മാർമോസെറ്റ് മങ്കി എന്ന് പറയും. അവൻ ആ ക്യാമറ വെച്ചപ്പോൾ കണ്ടാ ഇങ്ങനെ നോക്കുകയാണ്. അത് കയ്യിലേക്ക് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് നോക്കുന്നത് തോന്നുന്നുണ്ടാ. ഭയങ്കരമായിട്ട് ഇങ്ങനെ സർക്കസ് കളിക്കുന്നുണ്ട്. എടുത്ത് കൊണ്ടുപോകാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത്. മീനുകളൊക്കെ നമ്മുടെ തലേൻ്റെ മുകളിലോട്ട് ഇങ്ങനെ പോകുന്നതാണ്. ഇതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി കേട്ടാ. ഇവിടെ വന്നതിന് എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു സംഭവമാണ്. വലിയ മീനുകൾ ഇതാ ഇവിടെ കിടക്കുന്നത്. ക്യാറ്റ് ഫിഷും കാര്യങ്ങളൊക്കെയാണ്. മുകളിൽ നമ്മുടെ തലേൻ്റെ മുകളിൽ കൂടി മീനുകളൊക്കെ നമ്മുടെ തലേൻ്റെ മുകളിലൂടെ ഇങ്ങനെ പോകുന്നതാണ്. ഇങ്ങനെ ഒന്ന് ചാരി എന്നാലും കാണാൻ പറ്റും കേട്ടോ. നല്ലൊരു ഫീൽ ഉണ്ട്. ഹലോ പറഞ്ഞേ. ബ്രസീലിയൻ ബേർഡുകളാണ് കേട്ടോ. സൗണ്ട് കണ്ടാ. ബ്രസീൽ എന്ന് പറഞ്ഞപ്പോൾ ഒച്ചക്കാന്ന് പറയും. വെറൈറ്റി ഡിസൈൻ ചെയ്ത ഓരോ വർക്കുകളാണ്, ഓരോ കൂടുകളും. പിന്നെ ഇതെല്ലാം വിദേശ രാജ്യത്തുള്ള ബേർഡ്സാണ്. സൗത്ത് അമേരിക്ക, ബ്രസീൽ, എല്ലാം ഓരോ കോനൂര്, പാരറ്റ്, എല്ലാം പലവിധ രാജ്യങ്ങളിലുള്ള ബേർഡ്സാണ്. പിന്നെ എന്തൊക്കെയോ പറയണമെന്നുണ്ട്. ഈ സാധനം അവന് വേണമെന്നുണ്ട് അല്ലേ? അവിടെ വെച്ചാക്കണ്ട്. എന്നാടാ ഇങ്ങോട്ട് വാ. വന്നിട്ട്. ഇവരെല്ലാം നല്ല ലൗലിയാണ് കേട്ടോ. എല്ലാവരും നമ്മൾ വിളിക്കുമ്പോൾ തന്നെ അടുത്തേക്ക് വരുന്നുണ്ട്.
ഇതൊരു കനേഡിയൻ പിഗ്മി എന്ന് പറഞ്ഞൊരു ആടാണ് കേട്ടാ. ഒരു ഹൈറ്റ് കുറഞ്ഞൊരു ചെറിയ സാധനം കണ്ടാ, ഒരു കുഞ്ഞൻ. ആ വലിയ മീനാണേ. ഇത് ഒറിജിനൽ മീനാണ് കേട്ടോ, ഒറിജിനൽ. ഒരു അക്യൂരം സെറ്റ് ചെയ്തിരിക്കുന്നതാണ്, വലിയൊരു ഫിഷ് ടാങ്ക്. ഇതിവിടെ ഒരു ഉള്ളിൽ തന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഒരു പേയ്മെൻറ്റ് ഉണ്ട്. 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഗുഹയിൽ ഒരാൾക്ക് കേട്ടോ 50 രൂപ. ഗുഹേനുള്ളിലേക്ക് നമ്മൾ കയറി പോകാം. തലയൊക്കെ മടക്കി വേണം പോകാമെന്നാണ് പറയുന്നത്. കുറച്ച് ഇറങ്ങി പിടിച്ചിട്ടാണ്. കുട്ടികൾക്കെല്ലാം കയറി പോകാൻ പറ്റുന്നൊരു സംഭവമാണ്. ഒരു 50 രൂപയുടെ ഗുഹയാണ്. ആടാ പുല്ലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നായി കുറച്ചൊക്കെ പേടിച്ചു കേട്ടാ. 50 രൂപ നമ്മൾ ഇവിടെ പേ ചെയ്തിട്ട് നമ്മൾ പേടിച്ചിട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ്. ഇങ്ങോട്ട് 50 രൂപ തരേണ്ടി വരും ഇതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. എല്ലോ വെച്ചാ അങ്ങനെ നമ്മൾ ആ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയേട്ടാ. നല്ല ക്ഷീണമായി പോയി. നല്ല ശ്രദ്ധിച്ച് ഉള്ളിലേക്ക് പോകണം. തല മുട്ടാനുള്ള സാധ്യതയുണ്ട്. ഇത് പഴയ ഒരു എന്താ പറയുക ഗുഹകൾ അവർ റീവർക്ക് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ആ ഗുഹയൊക്കെ കണ്ട് ക്ഷീണിച്ചിട്ട് ഭയങ്കര ദാഹം. ഇവിടെ വന്ന് നോക്കുമ്പോൾ കിടക്കുന്ന നോക്കിയാൽ നല്ല പേരക്ക ഉപ്പിലിട്ടെ, നമ്മുടെ പൈനാപ്പിൾ ഉപ്പിലിട്ടെ, നെല്ലിക്ക, മാങ്ങ, ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അല്ലോ വെച്ചാ ഒന്ന് എടുത്ത് നോക്കിയാലോ, മോനെ കഴിച്ചു നോക്കിയാലോ. നമ്മളെ പഴയ കാലത്തെ ലൊട്ടയൊക്കെ കൂടി ഉണ്ട് കേട്ടോ. ലൊട്ട നമ്മൾ 5 പൈസയായിരുന്നു പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മേടിക്കും. 5 പൈസക്ക് 4 പണ്ട്. എനിക്ക് ഒരു ചില്ലിയാണ് വേണ്ട, ചില്ലി. ഇത് ക്യാരറ്റിൻ്റെ അല്ലേ? സൂപ്പർ സാധനം കേട്ടാ. ഈ ഒരു ഏബിൾ വില്ലേജിൽ വന്നു കഴിഞ്ഞ് നമ്മൾ കുറേ സംഭവങ്ങളൊക്കെ കണ്ടു കേട്ടോ. ഭയങ്കര ഒരു സന്തോഷം. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംരംഭം വന്നതിൽ നമുക്കതിന് കൂടുതൽ വിവരങ്ങൾ ഇതിൻ്റെ മാനേജ്മെൻറ്റ്, അതായത് നമ്മളിതിൻ്റെ ആളുകളോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം. ചേട്ടാ നമ്മളെ സംഭവങ്ങളൊക്കെ ഉഷാറായിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം അതിൻ്റെ ഉള്ളിൽ വരുന്നത്. നമ്മളെ ഉമേഷം പറഞ്ഞ ഇങ്ങോട്ട് വരുന്നത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സംരംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരുപാട് സന്തോഷം. കാരണം നമ്മുടെ ആളുകൾ വളരെ ദൂരത്തു നിന്നൊക്കെ ആൾക്കാരോട് വരുന്നത്. നമ്മുടെ ഏബിൾ വില്ലേജിൽ എന്തൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത്. ഇപ്പോൾ കുറേ സംഭവങ്ങൾ കണ്ടു. ഇനി വരാൻ എന്തൊക്കെയാണ് പുതുതായിട്ട് നമ്മളിങ്ങനെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കും. ഇപ്പം ഇനി പെട്ടെന്ന് വരുന്നത് വെച്ചാൽ പിന്നെ ഒരു റോപ്പ് വേ, ഒരു റോപ്പ് കാറ്, പിന്നെ കുറച്ച് കൃഷിക്ക് കുറച്ച് പ്രാധാന്യം കൊടുത്ത് കുറച്ചും കൂടി നല്ലോണം കൃഷികൾ വരാനുണ്ട്. കുറച്ച് ആടിൻ്റെ വെറൈറ്റീസ്, കുറച്ച് കോഴീൻ്റെ വെറൈറ്റീസ് ഒരുപാട് സംഭവങ്ങൾ വരാനുണ്ട്. അതിൻ്റെ പണികൾ നടന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ കുറേ മാറ്റങ്ങൾ ഇനി നമുക്ക് ഇനി വരുമ്പോൾ ഇനി വീണ്ടും വരേണ്ടി വരും. ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ തീരുന്നില്ല. മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. മാറ്റങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കേബിൾ കാറും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി വീണ്ടും ആൾക്കാർ വന്ന് ഇവിടെ വരാനുള്ള ഒരു ഉണ്ടാവും. അതെ, ഇവിടെ വന്ന് ഇറങ്ങി പോകുമ്പോൾ മനസ്സിന് സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സെറ്റപ്പാണ് അല്ലേ? ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ഒരു സംഭവം തുടങ്ങാൻ ഏകദേശം എത്ര നാളത്തെ ഒരു എന്താ പറയുക, നിങ്ങളൊരു പരിശ്രമം ഉണ്ടാവല്ലോ ഇങ്ങനെ ഒരു സംഭവമായി വരാം. എത്ര ഏരിയ ഉണ്ടല്ലോ. നമ്മൾ സ്ഥലം എടുത്തിട്ട് 8 വർഷമായി. പിന്നെ 3 വർഷം ആയി നമ്മളിതിൻ്റെ പണി സ്റ്റാർട്ടാക്കിയിട്ട് ഏകദേശം ഈ രൂപത്തിൽ 3 വർഷമായി. 3 വർഷത്തോളമായി അല്ലേ? 3 വർഷം ഇങ്ങനെ ആയി വരാൻ വേണ്ടിയിട്ടല്ലേ? അത് നിങ്ങൾ ഞാൻ ചോദിക്കുന്നത് കൂടെ സഹകരിച്ചിട്ട് കുറേ ആൾക്കാരുണ്ടോ? നിങ്ങൾ കൂടെ എല്ലാവരും ഉണ്ട് അല്ലേ? എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു പരിശ്രമമാണ് ഇതല്ലേ? കൂടുതൽ എഫേർട്ട് എടുത്തത്. എനിക്ക് കുറച്ച് ബിസിനസ്സും പിന്നെ മറ്റ് പശുപാമ്പലുള്ളതുകൊണ്ട് ഫുൾ ടൈം നിൽക്കാൻ പറ്റില്ല. എഞ്ചിനീയറോ ഒരു ആർക്കിടെക്ടോ നമുക്ക് ഇല്ല. ഇവരെന്നെയാണ് എഞ്ചിനീയർ. നമ്മുടെ നാട്ടിലുള്ള തലയിലുണ്ടായ ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും വലിയൊരു അപ്രീഷിയേഷൻ കൊടുക്കേണ്ടതാണ്. കുറെ ആൾക്കാർ ചോദിച്ചു ഇത് ആർക്കിടെക്ട് ചെയ്ത് അല്ലെങ്കിൽ പിന്നെ എഞ്ചിനീയർ ആരാന്ന് ചോദിച്ചു. നല്ല അഭിപ്രായം എല്ലാവർക്കും. വെള്ളത്തിന് നമ്മൾ മാക്സിമം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും വലിയ ഡിമാൻഡ് എന്ന് വെച്ചാൽ വെള്ളത്തിനായിരിക്കും. നശിപ്പിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും നമ്മുടെ ഉറവ ജലങ്ങളെ. അതെ. എന്തായാലും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ പുതിയ മാറ്റങ്ങളൊക്കെ വന്നതിന് ശേഷം നമ്മൾ വീണ്ടും വരും, വീണ്ടും കാണും. ഇവിടുത്തെ പശുവിൻ്റെ പാലിൽ നിന്നുണ്ടാക്കുന്ന നെയ്യാണ് അല്ലേ? അപ്പോൾ ലസ്സിയും ബട്ടറൊക്കെ ഇവിടെ തന്നെ ഉള്ളതല്ലേ? എല്ലാം ഇവിടെ ഉള്ളതല്ലേ അല്ലേ? അപ്പോൾ ഒന്ന് കാണാം, ലസ്സിയും ബട്ടറും കൂടി ഒന്ന് കാണാം. കണ്ടാ ഇവിടെയുള്ള പ്രൊഡക്റ്റാണ് കംപ്ലീറ്റ്. ലസ്സി, ബട്ടർ, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഏതാ തൈരൊക്കെ ഉണ്ട് അല്ലേ? തൈരൊക്കെ എങ്ങനെ വരുന്നത്? 40 രൂപ. അതെയാ? എന്നാൽ ഒരു തൈര് എനിക്ക് തന്നേക്ക് എന്തായാലും. ബട്ടറിന് 120 രൂപ അല്ലേ? ഓക്കെ.